എടാ പരദേശി, എവിടാടാ പോയത്? ഇന്ന് എന്റെ മുതല് കിട്ടിയില്ലേലും കുഴപ്പമൊന്നുമില്ല. അതിന് പകരം പലിശയായിട്ട് ഇവളെ ഇങ്ങെടുക്കുക. പലിശ നിന്റെ അടുത്തുനിന്ന് എടുക്കാൻ പോവാ. ജോയ്, ജോയ്, എന്തു പറ്റി? ജോയ്, ജോയ് എവിടെ? അവൾ അവിടെ ഉറങ്ങുമല്ലേ? അവൾക്ക് എന്തോ പറ്റി? എന്തു പറ്റാൻ? ജോയ്, ജോയ്, ഏയ്, ജോയ്, നീ എന്തോ സ്വപ്നം കണ്ടെന്നാ തോന്നുന്നത്. അവക്കൊരു കുഴപ്പമില്ലടി. തീർച്ചയായിട്ടും അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ജോയ്, 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 ഉറങ്ങ് മോളെ, ഉറങ്ങ്. ഒന്നുമില്ല, ഒന്നുമില്ല. ഞാനല്ലേ നിന്നോട് പറഞ്ഞത് അവക്കൊരു കുഴപ്പമില്ലെന്ന്. പകല് മൊത്തം ഇവളെ കുറിച്ചല്ലേ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എന്തോ ദുസ്വപ്നം നീ കണ്ടതാ. ഉറങ്ങ് മോളെ, ഉറങ്ങ്, ഉറങ്ങിക്കോ. സമയം കുറയായി, വാ പോയി ഉറങ്ങാം. ദാ ദാ ഇപ്പൊ വരാം. ഇനി ജോയ്ക്ക് എന്ത് പറ്റും? എന്റെ അനിയത്തിക്ക് എന്ത് സംഭവിക്കും? അവളുടെ ഭാവി, അവളുടെ ഭാവി എന്താകും? ഈ വെള്ളം കുടിക്കൂ. അവക്കൊന്നും ആകില്ല. ആവശ്യമില്ലാതെ നീ ടെൻഷൻ അടിക്കല്ലേ. എല്ലാം ശരിയാകും. എന്ത് ശരിയാകൂന്ന്? എല്ലാം ശരിയാകുമോ? എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ പെട്ടെന്ന് തന്നെ ശരിയാകുന്നതാണോ? അതെങ്ങനെ ശരിയാകും? എങ്ങനെ ശരിയാവുന്നൊന്ന് പറ. അവൾക്ക് പാട്ട് കേൾക്കാതെ ആഹാരം പോലും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല. അവൾക്ക് ഉറങ്ങാനും പറ്റില്ല. അവൾ മുതിർന്ന പെണ്ണ, എന്നാലും തുണിയൊക്കെ മാറ്റാൻ സഹായിക്കുന്നത് ഞാനാ. എനിക്കും ആ ദൈവത്തിന് മാത്രമേ അറിയൂ അവളെ കുളിപ്പിക്കുന്നത് എത്ര കഷ്ടമാണെന്ന്. അവക്ക് പോലും അറിയില്ല അവൾക്ക് വരുന്ന യൂറിനല്ല എങ്ങനെ നിയന്ത്രിച്ചു നിർത്തണമെന്ന്. അവൾ സ്കൂളിൽ പോകാത്തതുകൊണ്ട് ആരും അവളെ കല്യാണം കഴിക്കില്ല. ആരെങ്കിലും കല്യാണം കഴിക്കുവോ? ഞാനില്ലെങ്കിൽ അവളുടെ സ്ഥിതി എന്താകും? അവളെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. അവൾക്ക് എന്ത് പറ്റും? നമ്മളില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അന്നു മുതലേ ഞാനാണ് അവളെ സംരക്ഷിക്കുന്നത്. ഞാനാണ് അവളുടെ അച്ഛനും അമ്മയും എല്ലാം. പക്ഷെ നിങ്ങൾ പറയുന്നു എല്ലാം ശരിയാകുമെന്ന്. ഇത്ര വർഷമായിട്ട് ഒന്നും ശരിയായില്ല. ഇതിന് ശേഷം അവൾക്ക് എന്ത് പറ്റുമെന്നൊന്നും മനസ്സിലാവുന്നില്ല.